bs6 ആയപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എക്സോ സൗണ്ട് തന്നെയാണ്. നമുക്ക് വണ്ടിയുടെ എക്സോ സൗണ്ട് ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RS200ൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. 200cc സെഗ്മെൻറ്റിൽ നല്ല പെർഫോമൻസ് തരുന്ന വണ്ടിയിൽ ഒന്ന് തന്നെയാണ് RS200. 199.4cc വരുന്ന വണ്ടിയിൽ 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 24 PS at 9750 RPM പവർ, 18.6 Nm at 8000 RPM ടോക്കുമാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി വണ്ടിയുടെ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം LED ആണ്. അതിപ്പോൾ ടെയിൽ ലാമ്പ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം LED തന്നെയാണ് വന്നിരിക്കുന്നത്. RS200 3 കളർ വേരിയൻസിലാണ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂ, പിന്നെ ഒരു ബ്ലാക്കും ഒരു റെഡും. വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 199 mm ആണ്. വണ്ടിയുടെ വെഡ്ത്ത് എന്ന് പറയുന്നത് 765 mm, ഹൈറ്റ് 1114 mm. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 157 mm ആണ്. 13 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് 35 km/ലിറ്റർ ആണ്. അത്യാവശ്യം വലിയ ടയറുകൾ തന്നെയാണ് RS200 വന്നത്. 130 വണ്ടിയുടെ റയർ ടയർ സൈസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തന്നെ ഈസി ആയിട്ട് കോർണർ ചെയ്യാൻ കഴിയും. വണ്ടി നല്ല രീതിക്ക് സപ്പോർട്ടും ചെയ്യുന്നു. bs6 ആയപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എക്സോ സൗണ്ട്. നമുക്ക് വണ്ടിയുടെ എക്സോ സൗണ്ട് ഉണ്ട്. നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ട്രാൻസ്ഫോമർ സിനിമയിലെ ബംബിൾ ബീയുടെ ഒരു ലുക്കാണ് വണ്ടിയുടെ ഹെഡിന് വന്നിരിക്കുന്നത്. അത് നമ്മൾ വണ്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് വന്നിരിക്കുന്നത് പ്രൊജക്ടർ LED ആണ്. പിന്നെന്താ പറയുക, വണ്ടിയുടെ ടെയിൽ ലാമ്പിനെ കുറിച്ചാണ്. bs6 ആക്കിയപ്പോൾ വണ്ടിയുടെ ടെയിൽ ലാമ്പ് ഒന്ന് മാറ്റാമായിരുന്നു. പിന്നെ NSനൊക്കെ വരുന്ന പോലെ ഒരു ഹഗ്ഗറും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കാം. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല, പഴയ മീറ്റർ കൺസോൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 അതോടൊപ്പം തന്നെ വണ്ടിയിലെ ടൈമും കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RPM ഷിഫ്റ്റിംഗ് ലൈറ്റും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലാണ്. വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,56,950 രൂപയാണ്. ഇനി വണ്ടി ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. റൈഡിംഗ് പൊസിഷൻ നല്ല രീതിക്ക് തന്നെ ബജാജ് RSന് നൽകിയിട്ടുണ്ട്. അതിപ്പോൾ പില്ലിയൻ ആണെങ്കിൽ പോലും നല്ല കംഫർട്ട് സീറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു പോരായ്മ ഞങ്ങൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഗ്രാബ് റെയിലാണ്. വണ്ടി ഗ്രാബ് റെയിൽ ഇല്ലാത്തത് കൊണ്ട് പില്ലൺ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും മെച്ചപ്പെടുത്താമായിരുന്നു. വണ്ടിയുടെ ഫുഡ് റെസ്റ്റൊക്കെ വന്നിരിക്കുന്നത് ബാക്കിലോട്ടാണ്, ലൈക്ക് ഒരു സ്പോർട്സ് ടൂറിംഗ് സെറ്റപ്പ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു പൊസിഷനിലിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ സിറ്റി റൈഡിനും വണ്ടി കംഫർട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ പവർ മനസ്സിലാക്കണമെങ്കിൽ ഒരു 7,000-8,000 RPMിലൊക്കെ ഓടിച്ചാൽ മാത്രമേ വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇൻഡിക്കേഷനാണ്. അത് വണ്ടിക്ക് കൊടുക്കാമായിരുന്നു. bs4ൽ നിന്ന് bs6 ആയപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് നമ്മളെ ഡിസപ്പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.